ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. വിജയ് യേശുദാസ് വീട്ടിനകത്ത് കയറുന്നുണ്ട്. വൈൽഡ് കാർഡ് ആയിട്ടെന്നൊക്കെ ലാലേട്ടൻ പറയുന്നു. അതിനു മുന്നേ എല്ലാവരും പറയുന്നുണ്ട് ഇവർക്ക് ഇന്ന് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്, അവർക്ക് ആ ടീഷർട്ട് ആ പെർഫോമൻസ് സമയത്തെങ്കിലും ഒന്ന് മാറ്റി വെക്കാമായിരുന്നു. അവർ 2 ദിവസം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് അവരുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആ ടീഷർട്ട് കാരണം കുളമായിക്കൊണ്ടിരിക്കുകയാണെന്ന്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് വേറെ ഒരു ഡിസ്കഷനും ഉണ്ടാവുന്നില്ല. നാളെ ആയിരിക്കും ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. നാളെ ആയിരിക്കും, നാളെയാണ്, നാളത്തെ എപ്പിസോഡിലാണ് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് മൊത്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇന്ന് വിജയ് യേശുദാസ് വരുന്നുണ്ട്, സ്പെഷ്യൽ പെർഫോമൻസ്. അതുപോലെ തന്നെ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ടീഷർട്ട് ഇട്ടാണ് നിൽക്കുന്നത് ലാലേട്ടൻ്റെ. അത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അവരുടെ പെർഫോമൻസ് സമയത്ത് ആ ടീഷർട്ട് ഇടുമ്പോൾ ആ പെർഫോമൻസിൻ്റെ ഭംഗിയെ കൊണ്ടുപോകുന്നുണ്ട്. ഞാനത് ഇന്നലെ വിഷീത സമയത്ത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഇതിൻ്റെ ഇടയിൽ കൂടെ പറയണത് ശരിയല്ല. പക്ഷെ കമൻറ്റ് ബോക്സുകൾ മൊത്തം അതായിരുന്നു. അപ്പോൾ ഇവിടെ ജിൻജോ അപ്സരയുടെ ഡാൻസ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ക്ലാസിക്കൽ ഡാൻസ്, ഫസ്റ്റ് ഡാൻസ്. അവർക്ക് ആ കോസ്റ്റ്യൂം കൊടുത്തപ്പോൾ എന്ത് ഭംഗിയായിരുന്നു അത് കാണാൻ. അവരിതുപോലെ ടീഷർട്ടിലോ അല്ലെങ്കിൽ ജീൻസിലോ കളിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഭംഗി ഉണ്ടാവുമോ? അവർക്ക് ആ കോസ്റ്റ്യൂം, അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ്യൂം കൊടുത്തപ്പോഴാണ് ആ ഭംഗി വന്നത്. അതുപോലെ അവർക്ക് ഉള്ള ഡ്രസ്സ് മതി, അവർ ഭംഗിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡ്രസ്സ് തന്നെ മതിയായിരുന്നു. അതിൻ്റെ പുറത്തൂടെ ഈ ടീഷർട്ടും കൂടെ എടുത്തിട്ടിട്ട് ഒരുമാതിരി ഉണ്ട് കാണാൻ. അതായത് ശ്രീതു അർജുനും അറിയാതെ അറിയാതെ, അതും ജിൻഡു അപ്സര കൈതപ്പൂവിൻ കഞ്ഞിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, സിജോ ജാസ്മിൻ ഊട്ടിപ്പൊട്ടണം, അതൊക്കെ അതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് പോവുകയാണ്. പിന്നെ നോറയുടെ ചെല്ലത്താമരെ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ, നന്ദനയും അഭിഷേകിൻ്റെയും കസ്തൂരി കസ്തൂരി അഴകിൻ കഞ്ഞാനി, ആ പാട്ട്, ഇതെല്ലാം ആ ഡ്രസ്സിനകത്ത് കാണുമ്പോൾ എന്തോ പോലെയുണ്ട് കാണാൻ. സത്യം സ്കൂൾ പിള്ളേർ ഡാൻസ് കളിക്കൂലേ, അതുപോലെ തോന്നുന്നു. സ്കൂൾ ഡ്രസ്സ് ഇട്ടിട്ട് യൂണിഫോം ഇട്ടിട്ട് കളിക്കുന്ന പോലെ തോന്നി എനിക്ക്. ആ അവരുടെ ഡ്രസ്സിൽ കളിച്ചിരുന്നെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നേനത്. അതിൻ്റെ ആ ഒരു അഴക് പോകുന്നു. നമുക്ക് ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം ഇടാം, ലാലേട്ടൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ലാലേട്ടൻ ടീഷർട്ടൊക്കെ ഇടാം. അത് ആ സമയത്ത് ഇട്ടിട്ട് ആ പെർഫോമൻസ് സമയത്തെങ്കിലും അത് അഴിച്ചു വെക്കായിരുന്നു. പിന്നെ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഡാൻസ് കളിക്കുന്നത്, പക്ഷെ അതിൻ്റെ ഭംഗി പോകുന്നു. അത് കഴിഞ്ഞ് വിജയ് യേശുദാസ് വീട്ടിനകത്ത് കയറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലാലേട്ടൻ പറഞ്ഞത് വൈൽഡ് കാർഡാണ്. വിജയ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിന്നിട്ട് രഞ്ജിനിയാണ് ഹോസ്റ്റ്. പിന്നെ ലാലേട്ടനെ പൊന്നാട അണിയിക്കുന്നു, കേക്ക് മുറിക്കുന്നു, ലാലേട്ടൻ്റെ ഓർമ്മകൾ, പഴയ പടക്കളുടെ ഓർമ്മ, അതേപോലെ ഓരോ മൂവീസിനെ കുറിച്ചും കണ്ടസ്റ്റൻസ് സംസാരിക്കുന്നത്. ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇന്ന് വേറെ ഒന്നും ഉണ്ടാവത്തില്ല. നാളെ ആയിരിക്കും എവിക്ഷൻ കാണിക്കാൻ പോകുന്ന. റെസ്പിനാണ് ഔട്ടായത്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കാര്യങ്ങൾ പറയുന്നത്, ചിലപ്പോൾ ഈ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യും. ഈ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. മിക്കവാറും അടുത്ത ഈ വരുന്ന സാറ്റർഡേ സൺഡേ അടുത്ത എവിക്ഷനും ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞാൻ എനിക്ക് ആകെ കൂടെ കിട്ടിയ ഒരു ഫ്രീ ദിവസമായിരുന്നു. ഇന്ന് ലൈവില്ല, നാളെ ലൈവ് ഉണ്ടാവത്തില്ല. ഇന്നും ലൈവ് ഉണ്ടാവില്ല, നാളെ. അപ്പോൾ മോളുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ കുറച്ച് ഓടി നടക്കുകയായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നോക്കാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.